ഗൈസ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ടോപ്പ് കോളേജസ് ഫോർ BOT ഇൻ കർണാടക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പ് കോളേജസ് ഇൻ ബാംഗ്ലൂർ ഫോർ BOT എന്നുള്ളതാണ്. നമുക്ക് ബാംഗ്ലൂർ BOT എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ ഒരുപാട് സാധ്യതകളാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കോളേജസ് എന്നുള്ളതും ക്യാമ്പസ് എന്നുള്ളതും അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്താണെന്നുള്ളതും ഒക്കെ നമുക്കൊന്ന് നോക്കാം. കാരണം BOT അത്രയധികം നിങ്ങളുടെ സ്കില്ല് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, 100% പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ക്യാമ്പസിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ BOT പഠിച്ചിട്ട് അർത്ഥമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു വേസ്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കർണാടകയിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ, മൈസൂർ എന്നീ 3 സിറ്റീസിൽ നിങ്ങൾക്ക് ടോപ്പ് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ BOT പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് BOT പഠിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രാൻഡ് വാല്യൂ ഉള്ള ക്യാമ്പസുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ബെസ്റ്റ് ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ, പിന്നെ നിങ്ങൾക്ക് ഇത് ഒരുപാട് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് വേണമെന്നുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. അതെല്ലാം അവരിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി BOT പഠിക്കാനായിട്ട് നിങ്ങൾക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ക്യാമ്പസുകളും അവൈലബിൾ ആണ്. പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജ് അവൈലബിൾ ആണ്, ചിലർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ളതാണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ടോപ്പ് കോളേജസിൻ്റെ ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്യാമ്പസുകളായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഒരുപാട് ക്യാമ്പസുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള വെരി ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ ക്യാമ്പസാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ വരുന്ന ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്. ഇവിടെ മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി പോവേണ്ട ആവശ്യം വരുന്നില്ല. വൺ ഓഫ് ദ ടോപ്പ് റാങ്കിങ് ക്യാമ്പസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതാണ്. അടുത്തത് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ മറ്റ് ടോപ്പ് ക്യാമ്പസുകളുമായിട്ട് അവർക്കുള്ള ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലാണ് ആചാര്യ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രാക്ടിക്കൽ എക്സ്പോഷറും ക്ലിനിക്കൽ ഫെസിലിറ്റീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഇവർ ഉറപ്പുവരുത്തും. അടുത്തത് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ നോളജ് മറ്റ് ക്യാമ്പസുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള എനപ്പോയ യൂണിവേഴ്സിറ്റി, എസ് വ്യാസ ഡീംഡ് യൂണിവേഴ്സിറ്റി, ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവർക്ക് ഒന്നും മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ല. പക്ഷേ മറ്റ് ടോപ്പ് കോളേജസുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മികച്ചതായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളജും ക്ലിനിക്കൽ എക്സ്പോഷറും തന്നെയാണ്. അതിൽ വേറെ ഒരു ഡൗട്ടും ഇല്ല. ഈ പറഞ്ഞ ക്യാമ്പസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന, അത്രയധികം പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി +2 കഴിഞ്ഞ് നിങ്ങൾ BOT എടുക്കുമ്പോൾ ഏത് ക്യാമ്പസ് വേണമെന്നുള്ളത് ഓർത്ത് ഇനി ഒരു കൺഫ്യൂഷനേ വേണ്ട. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇനി കൺഫ്യൂഷൻസ് യാതൊന്നും ഇല്ലാതെ കർണാടകയിലെ ബാംഗ്ലൂരിലെ മികച്ച കോളേജുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് BOT ചെയ്ത നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. BOT റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും റെഫർ ചെയ്യുക. BOTയിലേക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു റെഫറൻസ് ആയിട്ട് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ വാട്സപ്പ് ചാനലിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.